ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ദാസനാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ നാട്ടിലെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സൗദി അറേബ്യയിൽ സുഖമായിട്ടിരിക്കുന്നു. സാധാരണ ഞാൻ വെള്ളിയാഴ്ചകളിൽ വീഡിയോ ഒഴിവാക്കാറുള്ളതല്ല. പക്ഷേ ഇന്നലെ എനിക്ക് കുറച്ച് തിരക്കായതുകൊണ്ട് ഇന്നലെ വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നോട് 2-3 പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഇന്നലെ വീഡിയോ ചെയ്യാഞ്ഞതെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇന്നലെ കുറച്ച് ജോലിയുടെ തിരക്കിലായിരുന്നു ഉണ്ടായിരുന്നത്. ഗൈസ്, അപ്പോൾ ഇന്ന് നല്ല കുറച്ച് ജോബ് വേക്കൻസികൾ, നല്ല സാലറി ഉള്ള ജോബ് വേക്കൻസികളാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസുകൾ ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരു 1-2 കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വീഡിയോ കാണുന്ന പലരും കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങളും പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കാം, 35 വയസ്സിന് താഴെയുള്ളവർക്കുള്ള ജോബ് വേക്കൻസികൾ മാത്രമേ ഞാൻ കൊണ്ടുവരുന്നുള്ളൂ, അതിൻ്റെ മുകളിലുള്ളവർക്കുള്ള ജോബ് വേക്കൻസികൾ ഞാൻ കൊണ്ടുവരുന്നില്ല എന്നുള്ളത്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ക്ഷമിക്കണം, ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. കമ്പനികൾ അവർക്ക് വേണ്ട ജോലിക്കാരുടെ ഒരു ഏജ് ലിമിറ്റ് പറയുമ്പോൾ അത് അവരാണ് ഡിസൈഡ് ചെയ്യുന്നത്, ഞാനല്ല. നമുക്ക് ലഭിക്കുന്നത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്കും അറിയാം നിങ്ങളൊക്കെ പലരും ബുദ്ധിമുട്ടുള്ളവരാണ്, കടങ്ങളുണ്ടായിരിക്കാം, ബാക്കിയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കാം. അപ്പോൾ ജോലികൾ, എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി എന്ന് കരുതുന്നവരായിരിക്കും. പക്ഷേ ഇത് എനിക്ക് മനസ്സിലാവും, പലതും ഈ കമ്പനികൾ മനസ്സിലാക്കുന്നില്ല. അതാണ് ഈ പ്രശ്നം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഞാൻ ഇവിടെ സൗദി അറേബ്യയിൽ ഇരുന്നിട്ടാണ് വീഡിയോകൾ ചെയ്യുന്നത്. ഞാൻ പറയുന്ന ജോലി ഒഴിവുകളിലൊക്കെ ഇൻ്റർവ്യൂ നാട്ടിലാണ് നടക്കുന്നത് കൂടുതലും. അപ്പോൾ അത് പലതും അറേഞ്ച് ചെയ്യുന്നത് ഏജൻസികളാണ്. അപ്പോൾ നിങ്ങളുടെ ഇൻ്റർവ്യൂ ഒക്കെ കഴിയുമ്പോൾ ഏജൻസികൾ ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങളുമായിട്ട് സംസാരിക്കും. എല്ലാ കാര്യങ്ങളും, അതായത് നിങ്ങൾ ആ ഏജൻസിയൊക്കെ സർട്ടിഫൈഡ് ആയിട്ടുള്ളതാണോ, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നുള്ളതൊക്കെ മുമ്പ് അവർ നടത്തിയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റുകളെ കുറിച്ചിട്ടൊക്കെ ഒന്ന് അന്വേഷിക്കുക. അങ്ങനെ എല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം സാമ്പത്തികമായിട്ടുള്ള നടപടികളിലേക്ക് പോവുക. കാരണം ഞാൻ ഒരു ഏജൻസികളുടെ നിന്നും പണം വാങ്ങിയിട്ട് ചെയ്യുന്നതല്ല, ഒരു ഏജൻസികൾക്കും വേണ്ടി ചെയ്യുന്നതല്ല, നിങ്ങളുടെ നിന്നും ഞാൻ പണം വാങ്ങുന്നില്ല. അത് നിങ്ങളൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ബാക്കിയുള്ള സാമ്പത്തികമായിട്ടുള്ള നടപടികളിലേക്കൊക്കെ പോകുക എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വീഡിയോക്കൊക്കെ ഒന്ന് എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യുക. കാരണം ജോലികൾ അന്വേഷിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് ഈ വീഡിയോ ഒക്കെ എത്തണം എന്നുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ പുതിയ രീതി അനുസരിച്ചിട്ട് എല്ലാവരെയും ലൈക്കും കമൻറ്റും നിർബന്ധമായിട്ടും വേണമെന്ന് യൂട്യൂബ് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ കൂടുതൽ ഡീറ്റെയിൽസുകൾ നോക്കിയിട്ട് വന്നല്ലോ ഗൈസ്. അപ്പോൾ ആദ്യത്തെ ഒരു ജോബ് വേക്കൻസി അത് റിപ്പോർട്ട് ചെയ്യുന്നത് സൗദി അറേബ്യയിൽ നിന്നാണ്. സൗദി അറേബ്യയിലേക്ക് കുറച്ച് ഇംഗ്ലീഷ് ടീച്ചർമാരുടെ ജോബ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ജോബ് വേക്കൻസിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ പറയുന്ന യോഗ്യതകൾ എന്ന് പറയുന്നത്, നിങ്ങളുടെ പ്രായപരിധി അതിൽ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്ത് കാണുന്നില്ല. വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് നിങ്ങൾ ബാച്ചിലർ ഡിഗ്രി ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, അതല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അവർ പറയുന്ന ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ടീച്ചിങ്ങിൽ ഒരു 3 വർഷത്തിൽ കുറയാത്ത ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യമായിട്ട് അവർ പറയുന്നത്, നിങ്ങൾ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനുള്ളൊരു സ്കില്ലുള്ളവരായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഈ 3 കാര്യങ്ങളാണ് അവർ പ്രത്യേകിച്ച് പറയുന്നത്. അതായത് നിങ്ങളൊരു ബാച്ചിലർ ഡിഗ്രി ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, രണ്ടാമത്തെ ഒരു കാര്യമായിട്ട് പറയുന്നത് 3 വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് ടീച്ചിങ്ങിൽ ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ ഒരു കാര്യം, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ളൊരു സ്കില്ലുണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. പ്രായപരിധി പ്രത്യേകിച്ച് അവർ മെൻഷൻ ചെയ്ത് കാണുന്നില്ല. അത് നിങ്ങൾ അവരുമായിട്ട് വിളിച്ച് ചോദിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ സാലറി ആയിട്ട് അവർ പറയുന്നത് 2500 റിയാലാണ് സ്റ്റാർട്ടിങ്ങിൽ പറയുന്നത്. അപ്പോൾ ഏകദേശം ഒരു 50,000 രൂപയ്ക്ക് മുകളിൽ വരുന്നൊരു സാലറിയാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഐ ഡി ആയിട്ടുള്ള മല്ലു ഫ്രം സൗദി ഒന്ന് ഫോളോ ചെയ്ത ശേഷം എനിക്ക് മെസ്സേജ് അയയ്ക്കുക. ഇനി ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കാൻ അറിയാത്തവരോ അതല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഐ ഡി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ വീഡിയോയുടെ എൻഡിൽ കൊടുക്കുന്നുണ്ട്. അതിലെനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ്, ആർക്കാണ് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അയച്ചു കൊടുക്കേണ്ടത്, ആരുമായിട്ടാണ് വിളിച്ച് സംസാരിക്കേണ്ടതെന്ന് അവരുടെ നമ്പറെല്ലാം ഞാൻ നിങ്ങൾക്ക് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അടുത്തൊരു ജോബ് വേക്കൻസി ഏതാ നോക്കിയിട്ട് വന്നല്ലോ. അപ്പോൾ രണ്ടാമത്തെ ഒരു ജോബ് വേക്കൻസി അത് റിപ്പോർട്ട് ചെയ്യുന്നതും സൗദി അറേബ്യയിൽ നിന്ന് തന്നെയാണ്. സൗദി അറേബ്യയിലുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള കമ്പനിയായിട്ടുള്ള ക്വാളിറ്റി ഐസ്ക്രീം എന്ന കമ്പനിയിലേക്ക് അവർ വാൻ സെയിൽസ്മാൻ എന്നുള്ള പോസ്റ്റിലേക്ക് അവർ ആളുകളെ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ജോലിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു 2-3 കാര്യങ്ങളാണ് അവർ പറയുന്നത്. അത് ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ പ്രായപരിധി 40 വയസ്സിന് താഴെ ആയിരിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ കയ്യിൽ സൗദി അറേബ്യയിലുള്ള ലൈറ്റ് അല്ലെങ്കിൽ മീഡിയം ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അത് വാലിഡ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇനി എക്സ്പയർ ആയതാണെങ്കിലും കുഴപ്പമില്ല എന്നവർ പറയുന്നുണ്ട്.
ഇനി ഇത് രണ്ടും നിങ്ങളുടെ കയ്യിലില്ല, നിങ്ങളുടെ കയ്യിൽ മറ്റ് GCC കൺട്രീസിൽ എവിടെയെങ്കിലുമുള്ള ലൈസൻസാണ് കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ അത് വാലിഡ് ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. പിന്നൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് GCC കൺട്രീസിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു FMCG സെക്ടറിൽ വാൻ സെയിൽസ്മാൻ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നവർ ആവശ്യപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് അൽമറായി അല്ലെങ്കിൽ നാദക്ക്, അൽസാഫി പോലുള്ള കമ്പനികളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ജോലിക്ക് അവർ സാലറി ആയിട്ട് പറയുന്നത് 1900 റിയാലാണ് അവർ സാലറി ആയിട്ട് പറയുന്നത്. ഒപ്പം കമ്മീഷനും ഉണ്ട്. ഈ 1900 എന്ന് പറയുന്നത് 1600 ബേസിക്കും 300 റിയാൽ ഫുഡ് അലവൻസ് അടക്കം 1900 പ്ലസ് കമ്മീഷൻ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ ഒരു ജോലിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്ത് ഇപ്പോൾ തന്നെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരാം. നമ്മുടെ ഇൻസ്റ്റഗ്രാം ഐഡിയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇൻസ്റ്റഗ്രാം ഇല്ലാത്തവരോ ഉപയോഗിക്കാൻ അറിയാത്തവരാണ് ഭർത്താവിന് വേണ്ടിയിട്ടൊക്കെയാണ് അയക്കുന്നതെന്നുണ്ടെങ്കിൽ, അപ്പോൾ എനിക്ക് ഇൻസ്റ്റഗ്രാം ഇല്ല, ഭർത്താവിന് വേണ്ടിയിട്ടാണ്, അങ്ങനെയുള്ള വീട്ടമ്മമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ വീഡിയോയുടെ എൻഡിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് കളക്ട് ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയക്കാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ജോബ് വേക്കൻസി ഹെവി ഡ്രൈവർമാരുടെയാണ്. അതൊന്ന് നോക്കിയിട്ട് വരാം ഗൈസ്. അപ്പോൾ അടുത്തൊരു ജോബ് വേക്കൻസി അത് ഹെവി ഡ്രൈവർമാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതും സൗദി അറേബ്യയിലേക്ക് തന്നെയാണ്. സൗദി അറേബ്യയിലേക്ക് ഹെവി ഡ്രൈവർമാരുടെ ജോബ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ജോലിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ അവർ പറയുന്ന യോഗ്യതകൾ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഡം ട്രക്ക് അതല്ലെങ്കിൽ വിഞ്ചൊക്കെ ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നവർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കയ്യിൽ സൗദി അറേബ്യയിലുള്ള ഹെവി ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നവർ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രായപരിധി അവരിതിൽ മെൻഷൻ ചെയ്തതായിട്ട് കാണുന്നില്ല. മാക്സിമം ഒരു 45 വയസ്സ് വരെയൊക്കെയുള്ള ആളുകൾക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ സാലറി ആയിട്ട് അവർ പറയുന്നത് 2200 മുതൽക്ക് 2400 റിയാൽ വരെയൊക്കെയാണ് അവർ സാലറി പറയുന്നത്. ഒപ്പം ഓവർ ടൈം ഉണ്ടായിരിക്കും, അക്കോമഡേഷനും ഉണ്ടായിരിക്കും എന്നവർ പറയുന്നുണ്ട്. ഇവിടെയുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ, മെഡിക്കൽ ഇൻഷുറൻസ് ഇതൊക്കെ കമ്പനി നിങ്ങൾക്ക് നൽകും എന്നവർ പറയുന്നുണ്ട്. അപ്പം ഒന്നുകൂടെ പറയാം, ഈ ഒരു ഹെവി ഡ്രൈവർക്ക് വേണ്ടത് ഡം ട്രക്ക് വിഞ്ചൊക്കെ ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സൗദി ഹെവി ലൈസൻസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. 2200 മുതൽക്ക് 2400 വരെയാണ് സാലറി പറയുന്നത്. അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഓവർ ടൈമും നൽകുന്നുണ്ട് എന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട്. അതേ കമ്പനിയിലേക്ക് തന്നെ JCB ഡ്രൈവർമാർക്കുള്ള ജോബ് വേക്കൻസിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു JCB ഓപ്പറേറ്റർക്കുള്ള ഒരു യോഗ്യതകൾ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് JCB അതുപോലെ തന്നെ കാറ്റർപില്ലറൊക്കെ ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രായപരിധി അവർ മെൻഷൻ ചെയ്ത് കാണുന്നില്ല. അപ്പോൾ JCB ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നതിനുള്ള ലൈസൻസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നവർ ആവശ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ സാലറി ആയിട്ട് പറയുന്നത് 2200 റിയാലാണ് സാലറി ആയിട്ട് സ്റ്റാർട്ടിങ്ങിലെ പറയുന്നത്. ഒപ്പം ഓവർ ടൈം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് അവിടെയുള്ള മെഡിക്കൽ ഇൻഷുറൻസ് അതുപോലെ തന്നെ ഉള്ള എല്ലാവിധ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് കമ്പനി നൽകും എന്നവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ജോലിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക, അതല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. വാട്സപ്പ് നമ്പർ വീഡിയോയുടെ എൻഡിൽ കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അടുത്തൊരു ജോബ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതും സൗദി അറേബ്യയിൽ നിന്ന് തന്നെയാണ്. ഒരുപാട് പേര് നമ്മളോട് കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, കമൻറ്റ് ബോക്സിൽ കാർ മെക്കാനിക്കിൻ്റെ ജോബ് വേക്കൻസി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്തൊരു ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ഓട്ടോ ഇലക്ട്രീഷ്യൻ്റെയും അതുപോലെ തന്നെ കാർ മെക്കാനിക്കിൻ്റെയും ജോബ് വേക്കൻസി സൗദി അറേബ്യയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ജോലിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ അവർ പറയുന്ന യോഗ്യതകൾ എന്നുള്ളത്, നിങ്ങളുടെ പ്രായപരിധി 40 വയസ്സിന് താഴെ പ്രായമുള്ളവരായിരിക്കണം. അതുപോലെ തന്നെ 2 വർഷത്തിൽ കുറയാത്ത ഒരു എക്സ്പീരിയൻസ് ആ ഒരു ജോലി ചെയ്തിട്ടുള്ള ആളുകളായിരിക്കണം എന്നവർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്കുള്ള അക്കോമഡേഷനും അതുപോലുള്ള ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കമ്പനി പ്രൊവൈഡ് ചെയ്യും എന്നവർ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ജോലിക്ക് അവർ സാലറി ആയിട്ട് പറയുന്നത് 2500 റിയാലാണ് അവർ സ്റ്റാർട്ടിങ് സാലറി ആയിട്ട് പറയുന്നത്. അപ്പോൾ പിന്നെ ഒരിക്കൽ കൂടെ പറയാം, നിങ്ങളുടെ പ്രായപരിധി 40 വയസ്സിന് താഴെ ആയിരിക്കണം. 2 വർഷത്തിൽ കുറയാത്ത ഒരു എക്സ്പീരിയൻസ്, നിങ്ങൾ ഓട്ടോ ഇലക്ട്രീഷ്യൻ ആയാലും അതല്ലെങ്കിൽ കാർ മെക്കാനിക്ക് ലൈറ്റ് രണ്ടിൻ്റെ ആയാലും നിങ്ങൾ പ്രായം 40 വയസ്സിന് താഴെ ആയിരിക്കണം. അതുപോലെ തന്നെ 2 വർഷത്തിൽ കുറയാത്ത ഒരു എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് ആ ഒരു ജോലികൾ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം.
എന്നവർ പ്രത്യേകം പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ളൊരു അക്കോമഡേഷനും മറ്റുള്ള മെഡിക്കൽ ട്രാൻസ്പോർട്ടേഷനൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നും പ്രത്യേകം പറയുന്നുണ്ട്. സാലറി ആയിട്ട് പറയുന്നത് 2500 റിയാലാണ് അവർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയുന്നത്. അപ്പോൾ ഈ ഒരു ജോലിക്കൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ, ഇതിൽ പറയുന്ന എല്ലാ ജോലികൾക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID ഫോളോ ചെയ്ത ശേഷം എനിക്ക് മെസ്സേജ് അയയ്ക്കുക. ഇൻസ്റ്റാഗ്രാം IDയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തവരോ ഉപയോഗിക്കാൻ അറിയാത്തവരോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വീഡിയോ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. വീഡിയോയുടെ എൻഡിൽ ഞാൻ വാട്സപ്പിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള ജോബ് വേക്കൻസികളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്കൊക്കെ ഒന്ന് എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലികൾ, നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ജോലികൾ അന്വേഷിക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം പുതിയ ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഡെയിലി ഞാൻ ചെയ്യുന്ന ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൻ്റെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓണാക്കി വെക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ നല്ലൊരു ജോബ് വേക്കൻസികളുടെ ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്, ദാസൻ.